Greetings all, I am Pranav Baburaj. In this video, we will try to understand what is control group of corporations and personal service corporations. So, corporation C Corp in the theory. So, we will try to understand what is control group of corporations as well as personal service corporation in this video. Control group of corporations means two or more companies connected through ownership. അതായത് ഓണർഷിപ്പ് കാരണം കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടിലധികം കമ്പനികളെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കൺട്രോൾഡ് ഗ്രൂപ്പ് ഓഫ് കോർപ്പറേഷൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മക്കളെ, ഞാൻ വലിയൊരു ഓണ്ടർപ്രണർ ആണെന്ന് വിചാരിക്കുക, ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് ബാംഗ്ലൂർ ഒരു ബിസിനസ് ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് കേരളത്തിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് ബിസിനസ്സും ഓൺ ചെയ്യുന്ന ഞാൻ തന്നെയാണ്. സോ these two businesses are connected, right? Because ഞാനാണ് ഓൺ ചെയ്യുന്ന രണ്ട് ബിസിനസ്സും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കമ്പനികൾ എൻ്റെ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോൺ ആസ് കൺട്രോൾഡ് ഗ്രൂപ്പ് ഓഫ് കോർപ്പറേഷൻസ്. ഈ കൺട്രോൾഡ് ഗ്രൂപ്പ് ഓഫ് കോർപ്പറേഷൻസ് അവർ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ദേ ആർ കൺസിഡർ ആസ് എ സിംഗിൾ ഗ്രൂപ്പ്, ഒറ്റ ഗ്രൂപ്പായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇതിന് പല റിലേഷൻസ് ഉണ്ട് മക്കളെ. മെയിൻലി കൺട്രോൾ ഗ്രൂപ്പ് റിലേഷൻസ് നമ്മൾ തീരുമാനിക്കുന്നത് ഒന്ന് പേരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് ആണോ എന്ന് നോക്കും, പിന്നെ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണോ എന്ന് നോക്കും. സോ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ സർട്ടൺ ഇൻഡിവിജ്വൽസ്. അതായത് ഫ്യൂ ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനികളെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് കൺട്രോൾ ഗ്രൂപ്പ്. ഈ കൺട്രോൾ ഗ്രൂപ്പ് എന്താ, ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അവരെ ഒറ്റ സിംഗിൾ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് പേരന്റ് സബ്സിഡറി ആണോ എന്ന് നമ്മൾ നോക്കും. പേരന്റ് സബ്സിഡറി കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, അതായത് ഒരു കോർപ്പറേഷൻ വേറൊരു കോർപ്പറേഷന്റെ 80% കൂടുതൽ വോട്ടിംഗ് പവറോ 80% കൂടുതൽ ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പേരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ മക്കളെ, സ്കോഡ എന്ന് പറയുന്ന ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ആരാണ്? ഫോക്സ് വാഗൺ ആണ്. ഫോക്സ് വാഗൺ ആണ് പേരന്റ് കമ്പനി. ആ പേരന്റ് കമ്പനി ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ത്? സ്കോഡ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓഡി എന്ന് പറയുന്ന ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ആരാ? ഫോക്സ് വാഗൺ. സോ ഫോക്സ് വാഗന്റെ ഒരു സബ്സിഡറി ആരാണ്? ഓഡിയാണ്. സോ ഇവിടെ പേരന്റ് എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ കമ്പനി, സബ്സിഡറി എന്ന് പറയുന്നത് ഓഡി കമ്പനി. നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പേരന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്സ് വാഗൺ ആണ്, ദെൻ സബ്സിഡറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൈൽഡ് കമ്പനി എന്ന് പറയുന്നത് സ്കോഡയാണ്. സോ പേരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? വേർ വൺ കമ്പനി വിച്ച് ഇസ് നോൺ ആസ് പേരന്റ് കമ്പനി ഓൺസ് 80% ഓർ മോർ ഓഫ് അനദർ കമ്പനി. എങ്ങനെയാ? 80%-ലധികം വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ ടോട്ടൽ ഷെയർസിന്റെ 80%-ൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് കമ്പനികൾ തമ്മിൽ എന്തായിരിക്കും? ദേ വിൽ ബി ഹാവിങ് എ പേരന്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പേരന്റ് സബ്സിഡറി കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ലെറ്റ്സ് അസ്യൂം മക്കളെ, എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ദെൻ ബി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. എ എന്ന് പറഞ്ഞ കമ്പനിക്ക് ബിയിൽ 80%-ൽ കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഏതാണ് നമ്മുടെ പേരന്റ് കമ്പനി? എ ആണ് പേരന്റ് കമ്പനി. ബി എന്താണ്? സബ്സിഡറി കമ്പനിയാണ്. സോ ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് പേരന്റ് സബ്സിഡറി കൺട്രോൾ ഗ്രൂപ്പ്. മക്കളെ, അടുത്ത ടൈപ്പ് ഓഫ് കൺട്രോൾ ഗ്രൂപ്പ് ആണ് ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ്. ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടു ഓർ മോർ കമ്പനീസ് ഓൺഡ് ബൈ സെയിം 5 or few people. അതായത് 5-ഓ 5-ൽ കുറവോ ആളുകൾ ഓൺ ചെയ്യുന്ന 2-ഓ അതിലധികമുള്ള കമ്പനികൾ. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഒരു 3 കമ്പനികൾ ഓൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. 3 കമ്പനികൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഓൺ ചെയ്യുന്നുണ്ട്. ആ 3 കമ്പനികൾ എന്തായിരിക്കും? ബ്രദർ സിസ്റ്റർ കമ്പനികളായിരിക്കും. സോ ബ്രദർ സിസ്റ്റർ കമ്പനികൾ ആവാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റുകളുണ്ട്. ആ 2 ടെസ്റ്റ് പാസ്സായാൽ മാത്രമാണ് ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? 2-ഓ അതിലധികമോ കമ്പനികൾ വിച്ച് ആർ ഓൺഡ് ബൈ സെയിം 5 or fewer people. അതായത് 5-ഓ 5-ൽ കുറവോ ആളുകൾ ഓൺ ചെയ്യുന്ന ഒന്നിലധികം കമ്പനികളെ നമ്മൾ എന്ത് പറയും? ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. ആ ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാനായിട്ട് 2 ടെസ്റ്റ് പാസ്സാവണം. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം ഓണേഴ്സ് ടുഗദർ ഓൺസ് അറ്റ്ലീസ്റ്റ് 80% ഓഫ് ഈച്ച് കമ്പനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മക്കളെ, നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ പ്രണവ്, ഞാനൊരു ഓണറാണ്, ദെൻ രവി, ദെൻ രാജു, 2 പേര്, അതായത് ഞങ്ങൾ 3 പേരും കൂടി എ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി. എ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എനിക്ക് 50% എനിക്ക് എൻ്റെ ഓണർഷിപ്പ് 50%. രവിക്ക് ഒരു 10% ഉണ്ട്. അതേപോലെ തന്നെ രാജുവിനൊരു 20% ഉണ്ട്. 50-30. ദെൻ അതേഴ്സ്, വേറെ കുറച്ച് പേർക്ക് 20% കൂടി ഉണ്ട്. അവർ നമ്മുടെ കൂട്ടത്തിൽ പെടുന്നതല്ല, വേറെ ആൾക്കാരാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം
എനിക്ക് 50% ഓണർഷിപ്പ് ഉണ്ട്, രവിക്ക് 10% ഓണർഷിപ്പ് ഉണ്ട്, രാജുവിന് 20% ഓണർഷിപ്പ്. Then there is B corporation where I have 30% ownership. Then Raju has 40% ownership. Then Ravi has 40% ownership and Raju has 30% ownership. So ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എ കോർപ്പറേഷൻ്റെ എത്ര ശതമാനം ഓണർഷിപ്പാണ് ഈ 3 പേരും കൂടി ഓൺ ചെയ്യുന്നത്? 50 + 10 + 20 80% ഓണർഷിപ്പാണ് എ കോർപ്പറേഷൻ്റെ പ്രണവും രവിയും രാജുവും കൂടി ഓൺ ചെയ്യുന്നത്. ഇനി ബി കോർപ്പറേഷനെ നോക്കിക്കഴിഞ്ഞാൽ പ്രണവ് 30%, രവി 40% and രാജു 30%. ടോട്ടൽ 100%ഉം ഓൺ ചെയ്യുന്ന ആരാണ്? പ്രണവ്, രവി, രാജു. ഈ രണ്ട് കമ്പനികൾ നിങ്ങൾ നോക്കുമ്പോൾ എ കോർപ്പറേഷൻ ഓൺ ചെയ്യുന്ന ആരാണ്? പ്രണവ്, രവി, രാജു. ബി കോർപ്പറേഷൻ ഓൺ ചെയ്യുന്ന ആരാണ്? പ്രണവ്, രവി, രാജു. ഈ രണ്ട് കമ്പനികളെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന അറിയോ? ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദിസ് ഇസ് ദ ഫസ്റ്റ് ടെസ്റ്റ്. ഫസ്റ്റ് ടെസ്റ്റ് ഇതാണ്. ഈ ഒരു 80% ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം. അതായത് സെയിം ഓണേഴ്സ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 80% ഓഫ് ഈച്ച് കമ്പനി. അതായത് ഏറ്റവും കുറവ് 80% ഓണർഷിപ്പ് സെയിം ഇൻഡിവിജ്വൽസിന് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യത്തെ ടെസ്റ്റ് പാസ്സാകും. ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ് ആണോ എന്ന് അറിയാനുള്ള അടുത്ത ടെസ്റ്റ് ആണ് ദ സെയിം ഓണർ ടുഗദർ മസ്റ്റ് ഓൺ മോർ ദാൻ 50% ഓഫ് വോട്ടിംഗ് പവർ ഓർ വാല്യൂ കൺസിഡറിംഗ് ഓൺലി സ്മോളസ്റ്റ് ഷെയർ ഈച്ച് പേഴ്സൺ ഹോൾഡ് ഇൻ എനി കമ്പനി. സോ മക്കളെ, ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഒരു കൺഫ്യൂഷനും വേണ്ട. വിൽ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ആൻ എക്സാമ്പിൾ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ മക്കളെ 3 പേരുണ്ടായിരുന്നല്ലേ? പ്രണവ്, രവി, രാജു, 3 പേര്. ഇതിൽ നമുക്ക് 3 കോർപ്പറേഷൻ ഉണ്ടാകാം. എ കോർപ്പറേഷൻ, ബി കോർപ്പറേഷൻ, സി കോർപ്പറേഷൻ. പ്രണവ് എ കോർപ്പറേഷൻ്റെ ഒരു 40% ഷെയർ ഓൺ ചെയ്യുന്നുണ്ട്. രവി ഒരു 25% ഓൺ ചെയ്യുന്നുണ്ട്. രാജു ഒരു 60, ലെറ്റ്സ് അസ്യൂം 20. കറക്റ്റായില്ലേ? യെസ്, 95%. ഓക്കെ, അല്ല 85% വന്നല്ലേ. ദെൻ പ്രണവ് ബി കോർപ്പറേഷനിൽ ഒരു 50% ഓൺ ചെയ്യുന്നുണ്ട്. രവി ഒരു 20% ഓൺ ചെയ്യുന്നുണ്ട്. ദെൻ രാജു ഒരു 30% ഓൺ ചെയ്യുന്നുണ്ട്. ഇനി സി കോർപ്പറേഷനിലാണെങ്കിൽ പ്രണവ് ഒരു 30% ഓൺ ചെയ്യുന്നുണ്ട്, രവി ഒരു 30% ഓൺ ചെയ്യുന്നുണ്ട്, രാജു ഒരു 30% ഓൺ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ? 80% ഓണർഷിപ്പ് ടെസ്റ്റ് പാസ്സാവോ, അല്ലെങ്കിൽ 80% ടെസ്റ്റ് പാസ്സാവോ നമ്മൾ നോക്കും. ദ സെയിം ഓണർ ടുഗദർ മസ്റ്റ് ഓൺ അറ്റ്ലീസ്റ്റ് 80% ഓഫ് ഈച്ച് കമ്പനി. പ്രണവും രാജുവും രവിയും കൂടി എയുടെ എത്ര ശതമാനം ഓൺ ചെയ്യുന്നുണ്ട്? 40 + 25 + 20 85% ഓൺ ചെയ്യുന്നുണ്ട്. യെസ്, പാസ്ഡ്. Then Bയിൽ 50%, 20%, 30%. So total 100% is owned by Pranav, Ravi and Raju. ഇനി അടുത്തത് നോക്കുമ്പോൾ 90% ആണ് ഓൺ ചെയ്യുന്നത്. സോ ഇവരെന്ത് ചെയ്തു? ദ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് പാസ്ഡ്. ആദ്യത്തെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അതായത് 80% ഈച്ച് കമ്പനിയുടെ ഓൺ ചെയ്യുന്നത് ഈ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം 50% വോട്ടിംഗ് പവർ ഇവർക്ക് ഉണ്ടായിരിക്കണം ഓരോ കമ്പനി, ടേക്കിംഗ് ദ സ്മോളസ്റ്റ് ഷെയർ ഓഫ് ഈച്ച് പേഴ്സൺ ഹോൾഡ്. നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്ന അറിയണം മക്കളെ? We'll select the smallest percentage in each company. അതായത് പ്രണവിന് ഏറ്റവും കുറവ് ഓണർഷിപ്പ് ഏതിലാണ് ഉള്ളത്? സിയിലാണ് ഉള്ളത്. എത്ര ശതമാനം? 30%. ഇനി രവിക്ക് ഏറ്റവും കുറവ് ഓണർഷിപ്പ് ഏതിലാണ് ഉള്ളത്? ബിയിലാണുള്ളത്, 20%. ഇനി രാജുവിന് എത്ര ഓണർഷിപ്പ്? ഏറ്റവും കുറവ് ഓണർഷിപ്പ് ഏതാ? എയിലാണുള്ളത്, 20%. സോ അതുകൂടി എടുത്തു കഴിയുമ്പോൾ വിൽ ആഡ് ഇറ്റ് ടുഗദർ 30 + 20 + 20 70%. സോ 50% മുകളിലാണ് ഈ വാല്യൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ടെസ്റ്റ് പാസ്സാവും. സോ ദിസ് ടെസ്റ്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ് സെയിം ഓണേഴ്സ് ടുഗദർ മസ്റ്റ് ഓൺ മോർ ദാൻ 50% ഓഫ് വോട്ടിംഗ് പവർ ഓർ വാല്യൂ കൺസിഡറിംഗ് ഓൺലി സ്മോളസ്റ്റ് ഷെയർ ഈച്ച് പേഴ്സൺ ഹോൾഡ് ഇൻ കമ്പനി. സോ മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കുക, പ്രണവ് ഏറ്റവും കുറവ് ഹോൾഡ് ചെയ്യുന്ന എവിടെയാണ്? സിയിലാണ്, 30%. അത് നമ്മളിവിടെ എടുത്തു. രവി എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്? ബിയിലാണ് ഏറ്റവും കുറവ് ഹോൾഡ് ചെയ്യുന്നത്, 20%. അത് നമ്മൾ കാൽക്കുലേഷൻ എടുത്തു. ഇനി രാജു എവിടെയാ? എയിലാണ് ഹോൾഡ് ചെയ്യുന്നത്, 20%. അത് നമ്മൾ എടുത്തു. സോ ടോട്ടലിംഗ് വാല്യൂ ഈസ് 70%. സോ ഈ കമ്പനികളിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ 70% മുകളിൽ നമ്മുടെ ഈ 3 വ്യക്തികൾക്ക് എന്താ വോട്ടിംഗ് പവർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ്. ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ട് ഐ വിൽ ഗിവ് യു അനദർ എക്സാമ്പിൾ. സോ നമുക്ക് ഇത് പെർസെൻറ്റേജസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. പെർസെൻറ്റേജസ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. മാഞ്ഞു പോ. യെസ്. സോ ഇനി നമ്മൾ നോക്കുന്നു, എയിൽ ലെറ്റ്സ് അസ്യൂം ഒരു 20% പ്രണവ് ഓൺ ചെയ്യുന്നുണ്ട്, രവി ഒരു 30% ഓൺ ചെയ്യുന്നുണ്ട്, രാജു ഒരു 40% ഓൺ ചെയ്യുന്നുണ്ട്. 40, 30, 70, 20, 90. ഓക്കെ. ദെൻ ബിയിൽ
ഒരു 20% പ്രണവ് ഓൺ ചെയ്യുന്നുണ്ട്, രവി ഒരു 40% ഓൺ ചെയ്യുന്നുണ്ട്, ദെൻ രാജു ഒരു 40% ഓൺ ചെയ്യുന്നുണ്ട്. ഇനി സി നോക്കുമ്പോൾ ലെറ്റ്സ് അസ്യൂം പ്രണവ് ഒരു 50% ഓൺ ചെയ്യുന്നുണ്ട്, രവി ഒരു 20% ഓൺ ചെയ്യുന്നുണ്ട്, 30% രാജു ഓൺ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 80% ടെസ്റ്റ് പാസ്സായി നോക്കും. യെസ്, 20 + 30 + 40, സോ എത്രയായി, 90% ആയി. ദെൻ ബിയിൽ 20 + 40 + 40 100% ആയി. ഇനി സിയിൽ 50 + 20 + 30 50 70 100% ആയി. സോ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ പാസ്സായി. 80% കൂടുതൽ ഓൺ ചെയ്യുന്നത് അഞ്ചിൽ കുറവോ ആളുകളാണ്. ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ പാസ്സായി. ഇനി അടുത്ത ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സ്മോളസ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ എടുക്കും. പ്രണവ് ഏറ്റവും കുറവ് ഓൺ ചെയ്യുന്ന എയിലും ബിയിലും എത്ര ശതമാനം, 20%. രവി ഏറ്റവും കുറവ് ഓൺ ചെയ്യുന്ന സിയിലാണ്, 20%. ഇനി രാജു ഏറ്റവും കുറവ് ഓൺ ചെയ്യുന്ന ഏതില്ല, സിയിലാണ്, 30%. സോ ഇതിന്റെ ടോട്ടൽ നമ്മൾ എടുക്കും 20 + 20 40 40 + 30 70%. സോ 70% കൂടുതൽ അല്ലെങ്കിൽ 70% വോട്ടിംഗ് പവർ പ്രണവിനും രവിക്കും രാജുവിനും ABC എന്ന കോർപ്പറേഷൻസിൽ ഉണ്ട് എന്നാണ് അർത്ഥം. സോ ദിസ് ഇസ് ദ മിനിമം വോട്ടിംഗ് പവർ ദേ ഹാവ്. സോ ഇതാണ് സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് സെക്കൻഡ് ടെസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് സെയിം ഓണർ ടുഗദർ മസ്റ്റ് ഓൺ മോർ ദാൻ 50% ഓഫ് വോട്ടിംഗ് പവർ ഓർ വാല്യൂ കൺസിഡറിംഗ് ഓൺലി സ്മോളസ്റ്റ് ഷെയർ ഈച്ച് പേഴ്സൺ ഹോൾഡ് ഇൻ എനി കമ്പനി. സോ ഓരോ വ്യക്തികൾ ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും കുറവ് ഓണർഷിപ്പ് പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ നോക്കും. അതാണ് നമ്മൾ ഈ കാൽക്കുലേഷനിലേക്ക് എടുക്കുക. സോ വൺസ് ദിസ് വാല്യൂ ഈസ് എബവ് 50%, 50% മുകളിലാണ് ഈ കിട്ടുന്ന വാല്യൂ എങ്കിൽ എന്ത് സംഭവിക്കും, ദ കമ്പനീസ് വിൽ ബി കൺസിഡർഡ് ആസ് ബ്രദർ സിസ്റ്റർ കൺട്രോൾ ഗ്രൂപ്പ്. മക്കളെ, പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻസ് ആർ കമ്പനീസ് വിച്ച് മെയിൻലി പ്രൊവൈഡ് പ്രൊഫഷണൽ ഓർ പേഴ്സണൽ സർവീസ്. അതായത് പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വക്കീലന്മാർ, അതായത് ലീഗൽ ഇതൊക്കെ ഇടില്ലേ, ലീഗൽ ഓഫീസ് ഇടും, ദെൻ മെഡിക്കൽ ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ക്ലിനിക്കുകൾ, എഞ്ചിനീയറിംഗ് സർവീസസ്, അക്കൗണ്ടിങ് സർവീസസ്, ഓഡിറ്റിംഗ് സർവീസസ്, കൺസൾട്ടിംഗ് സർവീസസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കോർപ്പറേഷൻസിനെയാണ് പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻസ് എന്ന് പറയാം. ഈ പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻസ് ആകാനായിട്ട് ചില റിക്വയർമെന്റ്സ് പാസ്സാവണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് വിത്ത് എ സിമ്പിൾ എക്സാമ്പിൾ. മക്കളെ, ലെറ്റ്സ് അസ്യൂം ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക, ഡോക്ടർ പ്രണവ് ബാബുരാജ്. ശരിക്കുള്ള ഡോക്ടറാണ്, ഡോക്ടറേറ്റ് ഡോക്ടറല്ല, ശരിക്കുള്ള ഡോക്ടർ. സോ ഡോക്ടർ പ്രണവ് ബാബുരാജ്. ഇനിയിപ്പോൾ ഡോക്ടർ രവി, ഡോക്ടർ രാജു. ഓക്കെ, രവിയും രാജു എന്താണോ കയറിയിരുന്നത്, കൊത്ത കണ്ടുപോകണം. യെസ്, ഡോക്ടർ രവി, ഡോക്ടർ രാജു, ഈ മൂന്ന് പേരും കൂടി ഇവരൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരു വലിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു, PRR ക്ലിനിക്ക്. ഇവരുടെ കയ്യിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസയൊന്നുമില്ല. ഇവരുടെ അടുത്ത് എന്താ ഉള്ളത്, ദേ ഹാവ് ദാറ്റ് ഗുഡ് വിൽ, നല്ല ഡോക്ടർമാരാന്നുള്ള ഗുഡ് വിൽ ഉണ്ട്. സോ ആ ഗുഡ് വിൽ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു വ്യക്തി വന്നു, ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങിക്കോ, ഫുള്ള് പൈസ ഞാൻ ഇട്ടോളാം, പക്ഷെ 90% ഈ ഹോസ്പിറ്റലിന്റെ ഓണർ ഞാനായിരിക്കും, ബാക്കി 10% ഓണർഷിപ്പ് നിങ്ങൾക്ക് തരാം, 90% ഓണർ ഞാനായിരിക്കും എന്ന് പറഞ്ഞു. ഒരു ഇൻവെസ്റ്റർ, ലെറ്റ്സ് അസ്യൂം ആ ഇൻവെസ്റ്റർ എന്ന് പേരിടും ജോർജ് എന്ന് പേരിടും. സോ ജോർജ് വന്ന് പറഞ്ഞു, ഈ ഹോസ്പിറ്റൽ എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം, ഫുള്ള് ചിലവ് നോക്കിക്കോളാം, ഇതിന്റെ 90% ഓണർഷിപ്പ് എനിക്കായിരിക്കണം, 10% ഓണർഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തരാം. മക്കളെ, ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ മെയിൻ സർവീസ് എന്താ, പ്രൊവൈഡിങ് പേഴ്സണൽ സർവീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസ്. അതായത് രോഗികൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. സോ അതാണ് ആദ്യത്തെ കണ്ടീഷൻ, ദ മെയിൻ ബിസിനസ് ഷുഡ് ബി പ്രൊവൈഡിങ് പേഴ്സണൽ സർവീസ്. സോ റിക്വയർമെന്റ് ഫോർ ബീങ് എ PSC ഈസ് മെയിൻ ബിസിനസ് ഷുഡ് ബി പ്രൊവൈഡിങ് പേഴ്സണൽ സർവീസ്. സോ ഈ ഒരു കേസിൽ എന്താ, പ്രൊവൈഡിങ് പേഴ്സണൽ സർവീസ് ആണ് ആദ്യത്തെ അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ പാസ്സായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, സർവീസസ് ആർ പെർഫോംഡ് മെയിൻലി ബൈ എംപ്ലോയി ഓണേഴ്സ്. മക്കളെ, പ്രണവ്, രവി, രാജു എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെന്താണ്, എംപ്ലോയീസ് ആണ്. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഓണും ചെയ്യുന്നില്ലേ, അതായത് ആ ഹോസ്പിറ്റൽ ഉടമസ്ഥരുമാണ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, ദീസ് പീപ്പിൾ, പ്രണവ്, രവി ആൻഡ് രാജു ആർ എംപ്ലോയി ഓണേഴ്സ്. സോ ഈ എംപ്ലോയി ഓണേഴ്സ് ഇവിടെ എന്ത് ചെയ്യണം, സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സർവീസ് ആർ പെർഫോംഡ് ബൈ എംപ്ലോയി ഓണേഴ്സ്. എംപ്ലോയി ഓണേഴ്സ് ആയിരിക്കണം ഇവിടെ മെയിൻലി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രണവ്, രവി, രാജു എംപ്ലോയീസും ആണ്, ഓണേഴ്സും ആണ്. ഇവരാണ് ഇവിടെ മെയിൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷനും പാസ്സായി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ 20% മുകളിലുള്ള വരുമാനം
20% മുകളിലുള്ള വരുമാനം ഈ എംപ്ലോയി ഓണേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കണം. അതായത് ഈ കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ 20% മുകളിലുള്ള വരുമാനം ഈ ഡോക്ടർമാർ പണിയെടുത്തിട്ട് കിട്ടുന്നതായിരിക്കണം. ഈ ഡോക്ടർമാർ പണിയെടുത്തിട്ട് കിട്ടുന്നതായിരിക്കണം ഈ കമ്പനിയുടെ 20% കൂടുതലുള്ള വരുമാനം. 20% or more of the income should be generated by employee owners. ഇനി അടുത്താണ് ഈ എംപ്ലോയി ഓണേഴ്സ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 10%. 10% കൂടുതൽ എന്ത് ചെയ്യണം? 10% ഓർ മോർ ഓണർഷിപ്പ് നമ്മുടെ ഈ എംപ്ലോയി ഓണേഴ്സിന് ഉണ്ടായിരിക്കണം. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എത്ര 10% ഓണർഷിപ്പ് ഉണ്ട്. സോ ആദ്യത്തെ കണ്ടീഷൻ പാസ്സായോ? മെയിൻ പേർപ്പസ് ഓഫ് പ്രൊവൈഡിങ് main purpose of the company is to provide personal service. Yes, പാസ്സായി. ഡോക്ടർമാരാണ്, അവർ ചികിത്സ ചെയ്യാനാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? സർവീസസ് ആർ പെർഫോംഡ് മെയിൻലി ബൈ എംപ്ലോയി ഓണേഴ്സ്. സോ ഈ ഒരു കേസിൽ എന്താ? ഇവരെല്ലാം എംപ്ലോയി ഓണേഴ്സ് ആണ്, ഇവരാണ് മെയിൻലി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ എന്താ? ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേഷന്റെ 20% കൂടുതലുള്ള വരുമാനം, അതായത് അവരുടെ മൊത്തം 1 ലക്ഷമാണ് അവരുടെ വരുമാനമെങ്കിൽ 20,000-ൽ കൂടുതൽ വരുമാനം ഈ ഡോക്ടർമാരായിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ പേഴ്സണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയി ഓണേഴ്സ് ഈ കമ്പനിയുടെ 10%-മോ അതിൽ കൂടുതലോ ഓണർഷിപ്പ് ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. സോ ഇങ്ങനെ ഉള്ള കമ്പനികളെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻസ്. And these corporations will be taxed at 21% flat rate as regular corporations. So I hope you understood what is personal service corporations and brother sister companies controlled group, then parent subsidiary controlled group മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.